എല്ലാ സബ്ജക്റ്റും എല്ലാവരും പഠിക്കണം, ദിവസവും പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് പഠിച്ചു തുടങ്ങാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏതൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? 23, 21, 22, 23 വരെയാണ് പഠിച്ചത് അല്ലേ? അല്ലേ? നമ്മൾ ഈ ക്ലാസ്സിൽ 24ഉം 25ഉം ആണ് പഠിക്കാൻ പോകുന്നത്. ഈ ടേമില് 25 വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നമ്പേഴ്സ് ഒന്ന് പറയാം, ഓർലിയ എല്ലാവരും മിസ്സിന്റെ ഒപ്പം പറയോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. ഇതുവരെയാണ് നമ്മൾക്ക് ഇപ്പോൾ ഈ ടേമിലുള്ള പഠിക്കാനുള്ള നമ്പേഴ്സ്. അപ്പൊ ഇതില് അല്ലേ 20 പഠിച്ചു അല്ലേ? 20 അറിയാലേ? 2, 0, 20. പിന്നെയോ 2, 1 കൂടി ഇടുമ്പോ എത്ര നമ്മൾ പറയാ? 21. 2, 1 കൂടി പറയുമ്പോ 21 അല്ലേ? പിന്നെയോ 2 കൂടി എഴുതുമ്പോ നമ്മൾ എത്ര പറയാ? 22 അല്ലേ? 2 കൂടി എഴുതുമ്പോ 22. പിന്നെയോ 2, 3 കൂടി എഴുതുമ്പോ എത്രയോ നമ്മൾ വായിക്കുക? 23. ഇതുവരെയാണ് നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മള് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾക്ക് പഠിക്കാനുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 24ഉം 25ഉം ആണ് നമ്മള് പഠിക്കാനുള്ളത്. 24 എങ്ങനെ എഴുതാ? 2, 4 കൂടി എഴുതുമ്പോ നമ്മൾ എന്താ വായിക്കുക? 24. 2, 4 കൂടി എഴുതുമ്പോ 24. അപ്പോ ഈ പിക്ചറിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? നമുക്ക് കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 flowers. The next line of 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 21, 22, 23, 24. 24 flowers ഉണ്ട് ഈ പിക്ചറിൽ അല്ലേ? എത്ര 24 flowers ഉണ്ട് ഈ പിക്ചറിൽ, കണ്ടില്ലേ? അപ്പൊ 2, 4 അല്ലേ? 2, 4 എന്താ പറയാ? 24. 2ഉം 2 എഴുതാ അറിയാം എല്ലാവർക്കും ഇല്ലേ? അരുണിമ 2, 4, 24. അപ്പൊ 24 ഫ്ലവേഴ്സ് ആണ് നമ്മൾ ഇതില് ഉള്ളത്. ഇനി 24 കഴിഞ്ഞാലോ? 24 കഴിഞ്ഞാ നെക്സ്റ്റ് നമ്പർ ഏതാണ്? 25 അല്ലേ? 25 എങ്ങനെ എഴുതാം? 2ഉം 5ഉം കൂടുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ? 25. 2, 5 കൂടുമ്പോ 25. അപ്പോ ഈ പിക്ചറില് എത്ര സ്റ്റാർ ഉണ്ട്? കൗണ്ട് ചെയ്യാം നമുക്ക്. അപ്പൊ കൗണ്ട് ചെയ്തെല്ലാവരും 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പിന്നെയോ 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 21, 22, 23, 24, 25. അപ്പൊ 25 സ്റ്റാർസ് ഉണ്ട് ഇല്ലേ? എത്ര സ്റ്റാർസ് ഉണ്ട്? 25 സ്റ്റാർസ് ഇല്ലേ? കൗണ്ട് ചെയ്തില്ലേ എല്ലാവരും? അപ്പൊ 25 സ്റ്റാർസ് ആണ് ഇതില് ഉള്ളത്. അപ്പൊ 25 നമ്മൾ എങ്ങനെ എഴുതാം? 2ഉം 5ഉം കൂടുമ്പോഴാണ് നമ്മള് 25 കേട്ടാ? 2ഉം 5ഉം ഈ നമ്പർ കൂടിയാണ് 25 വരെയാണ് നമ്മൾ ഈ ടേബിള് പഠിക്കാനുള്ളത്. പിന്നെ നമ്മള് എക്സാമിലൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. ഏതോ മോറും ലെസ്സൊക്കെ പഠിച്ചു ഇല്ലേ? ഏതാ മോറും ലെസ്സും? മോർ എന്ന് പറഞ്ഞ എന്താ? കൂടുതലുള്ളത് അല്ലേ? ലെസ് പറഞ്ഞാലോ കുറച്ചുള്ളത് അല്ലേ? ഇതിലേതാ മോറ്? ഈ ക്ലാസ്സിലുള്ളതാണ് മോർ വാട്ടർ. ലെസ് അല്ലേ? കുറച്ച് വാട്ടർ അല്ലേ ഉള്ളൂ ഈ ക്ലാസ്സില്? അപ്പൊ ലെസ്. മോർ എന്ന് പറഞ്ഞാൽ കൂടുതൽ. ഇതിലോ
ഫ്ലവേഴ്സോ ഇതിലേതാ മോർ ഫ്ലവേഴ്സ് ഇതാണ് മോർ ഫ്ലവേഴ്സ് ഇതോ ലെസ് കുറച്ച് അല്ലേ ഇതോ ബേർഡ്സോ മോർ ബേർഡ്സ് ഏതാണ് ഇതില് മോർ ബേർഡ്സ് ഇതില് ഇതാണ് അപ്പോ ലെസ്സോ ഇതല്ലേ ലെസ് ബേർഡ്സ് കുറച്ചുള്ളതിനാണ് നമ്മള് ലെസ് എന്ന് പറയുന്നത് കണ്ടോ മോർ ബേർഡ്സ് ലെസ് ബേർഡ്സ് എന്ന് പറയാം അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ പഠിച്ചതൊക്കെ റിവിഷൻ ചെയ്യാണ് മിസ്സേറ്റ് എക്സാമിന് അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേൾക്കണ്ടോ മോർ ഏതാണ് ലെസ് ആണെന്നൊക്കെ ഏതാണെന്ന് ചോദിക്കും അപ്പോ പറഞ്ഞു തരണം ഏതാ മോറ് ഏതാ ലെസ് എന്ന് കാണിച്ചു തരണം കൂടുതലുള്ളതാണ് എന്ത് മോർ കുറവുള്ളത് ഏതാണ് ലെസ് മനസ്സിലായില്ലേ ഇനി നമുക്ക് സെയിം ആൻഡ് ഡിഫറെന്റ് സെയിമും ഡിഫറെന്റ് സെയിം എന്ന് പറഞ്ഞാൽ എന്താ ഒരുപോലെ ഉള്ളതിനാണ് നമ്മൾ എന്താ പറയാ സെയിം അല്ലേ പിന്നെ ഒരുപോലെ അല്ലാത്തതിന് എന്താണ് നമ്മൾ പറയാ ഡിഫറെന്റ് അല്ലേ അതല്ല പറയാ അപ്പൊ നമ്മള് സെയിം ഡിഫറെന്റ് ഒക്കെ പഠിച്ചത് കഴിഞ്ഞതാണ് അപ്പൊ മിസ് കാണിച്ചു തരാം ഏതാണ് സെയിം സെയിം ഏതാ ഇതില് സെയിം ട്രീസ് കണ്ട ഒരുപോലെയുള്ള ട്രീസ് കണ്ട സെയിം ട്രീസ് ഇത് ഒരുപോലെയാണോ അല്ല ഡിഫറെന്റ് ആണ് അല്ലേ പല പല ട്രീകളുണ്ട് ഇതിൽ അപ്പൊ നമ്മൾ എന്താ പറയാ ഡിഫറെന്റ് കണ്ട സെയിം ഡിഫറെന്റ് ഇതിലോ സെയിം എനിമൽ കണ്ട ഇതില് മങ്കീസ് ഒക്കെ സെയിം ആണ് കണ്ട എല്ലാ മങ്കികളും ഒരുപോലെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതിലോ ഇതില് ഡിഫറെന്റ് എനിമൽ ആണുള്ളത് അല്ലേ കോക്ക് പിന്നെ കാറ്റ് ഡോഗ് ഡക്ക് അങ്ങനെ ഉണ്ടൊക്കെ എല്ലാം മിക്സ് ആയിട്ടുള്ള എനിമൽ ആണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയാ ഡിഫറെന്റ് എനിമൽ എന്ന് പറയുന്നത് സെയിം കണ്ട എല്ലാം ഒരുപോലെ ഇരിക്കുന്നുണ്ട് മനസ്സിലായോ സെയിം പിന്നെ ഇത് ഡിഫറെന്റ് ഇനിയോ ഡിഫറെന്റ് സെയിം വെഹിക്കിൾ ആണ് കണ്ട ഒരുപോലെയുള്ള കാറുകളാണ് കണ്ട ഒരുപോലെയുള്ള കാറുകൾ അപ്പൊ നമ്മൾ എന്താ പറയാ സെയിം വെഹിക്കിൾ ഇതോ ഡിഫറെന്റ് വെഹിക്കിൾ കണ്ടോ കാറ് പിന്നെ ഷിപ്പ് എയറോപ്ലെയിൻ ട്രെയിൻ അങ്ങനെ പല എല്ലാം മിക്സ് ആയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയാ ഡിഫറെന്റ് വെഹിക്കിൾ എന്ന് പറയുന്നത് ഇതോ സെയിം വെഹിക്കിൾ ഇത് സെയിം വെഹിക്കിൾ ഇത് ഡിഫറെന്റ് വെഹിക്കിൾ മനസ്സിലായോ അപ്പൊ സെയിം എന്ന് പറഞ്ഞാൽ ഒരുപോലെ ഉള്ളതാണ് സെയിം പിന്നെ ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഡിഫറെന്റ് പറയുമ്പോ എന്താ പറയാ ഡിഫറെന്റ് വ്യത്യാസമുള്ളതിനെയാണ് നമ്മള് ഡിഫറെന്റ് കേട്ടോ ഇനി അത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഹെവി ആൻഡ് ലൈറ്റ് ഹെവി എന്ന് പറഞ്ഞാൽ എന്താ നല്ല ഭാരമുള്ളത് അല്ലേ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഭാരം കുറഞ്ഞത് ഇത് കനം കുറഞ്ഞത് ഇതിലേതാ ഹെവി കുറേ ബനാന പിടിച്ചിട്ടുണ്ടോ മങ്കി അത് നല്ല ഹെവിയാണ് പിന്നെയോ ഇതിലോ ഇതിലെന്താ ചെയ്തിട്ടുണ്ട് മങ്കിയ കുറച്ച് പിടിച്ചിട്ടുള്ളൂ ബനാന അപ്പൊ അത് ലൈറ്റ് ആണ് ഭാരം കുറവാണ് കനം കുറവാണ് ഇതോ ഇത് കനം കൂടുതലാണ് അല്ലേ ഇതോ നെക്സ്റ്റ് ഹെവി കുറേ ലോഡ് അല്ലേ കുറേ ചാക്കില് കുറേ സാധനങ്ങളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ട ഭാരം അധികമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല കുനിഞ്ഞിട്ടാ നടക്കണുണ്ട ഹെവി ആയിട്ടാ അല്ലെ പുറത്ത് നല്ല ഹെവി ഉണ്ട് അല്ലേ ലോഡ് ഇതോ ലൈറ്റ് അതുകൊണ്ട് അയാള് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുന്നു കണ്ടോ ഹെവി ആകുമ്പോ നമുക്ക് നടക്കാൻ പറ്റില്ല നമ്മൾ ഇങ്ങനെ കുനിഞ്ഞ് നടക്കും ലൈറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കും അല്ലേ ഇതിലേതാ ഹെവി ഹെവി ഇത് ലൈറ്റ് ഇത് പിന്നെയോ ബുക്സ് അല്ലെ ഇതിലേതാ കുറേ ബുക്സ് കണ്ട വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പൊ ഇത് ഹെവി ഇതോ ലൈറ്റ് കുറച്ച് ബുക്ക് വെച്ചിട്ടുള്ളൂ കണ്ടോ പിടിച്ചിട്ടുള്ളൂ അപ്പൊ അത് ലൈറ്റ് ഹെവി ആൻഡ് ലൈറ്റ് അപ്പൊ ഹെവി പറഞ്ഞെന്താ നല്ല കനമുള്ളതും ഉള്ളതാണ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ കനം കുറവ് അതായത് ഭാരം കൂടുതലുള്ളത് ഹെവി ഭാരം കുറഞ്ഞത് ലൈറ്റ് ഇനി നമ്മളെന്താ പഠിച്ചത് ഷേപ്സുകളൊക്കെ പഠിച്ചു അല്ലേ ഏത് ഷേപ്സ് ഒക്കെ പഠിച്ചത് പറയോ സ്ക്വയർ പഠിച്ചു പിന്നെയോ
ഷേപ്പ് ഉള്ളതാ? ഷേപ്പ് പറഞ്ഞേ. ഓവൽ ഷേപ്പ് അല്ലേ? ഇതെന്ത് ഷേപ്പാണ്? ഓവൽ ഷേപ്പ്. ഇനിയോ ഇതോ? ഇതേത് ഷേപ്പാ? സ്ക്വയർ. സ്ക്വയർ ഷേപ്പ് അല്ലേ? നാല് ഭാഗം ഒരുപോലെ ഉള്ളത് തന്നെ നമ്മൾ എന്താ പറയാ? സ്ക്വയർ ഷേപ്പ്. പിന്നെയോ സർക്കിൾ. സർക്കിൾ പഠിച്ചു അല്ലേ? റൗണ്ട് ഷേപ്പിലുള്ളതിനെ നമ്മൾ എന്താ പറയാ? സർക്കിൾ എന്ന് പറയാ അല്ലേ? റൗണ്ട് ഷേപ്പിലുള്ളതിനെയാണ് നമ്മൾ എന്താ പറയാ? സർക്കിൾ അല്ലേ? ഇനിയോ റെക്ടാങ്കിൾ അല്ലേ? ടു സൈഡ് അല്ലേ? കണ്ടോ? ടു സൈഡ് ലോങ്, ടു സൈഡ് ഏതാ ഷോർട്ട്. അതിനെന്താ നമ്മൾ പറയാ? റെക്ടാങ്കിൾ. ഫോർ സൈഡ് ആണ് ഉള്ളത്. അതിൽ ടു സൈഡ് ലോങ്ങും ടു സൈഡ് ഷോർട്ടും. ഇതിനെയാണ് എന്താ പറയാ? റെക്ടാങ്കിൾ എന്ന് നമ്മൾ പറയാം. പിന്നെയോ ട്രയാങ്കിൾ. കണ്ടാ ഈ ഷേപ്പ്? ട്രയാങ്കിൾ. അപ്പോ മൂന്ന് ഷേപ്പ് ഉള്ളത് അല്ലേ? ട്രയാങ്കിൾ ഷേപ്പ്. അതിന് ഷേപ്പുകളും പിന്നെ റെക്ടാങ്കിൾ, സ്ക്വയർ, സർക്കിൾ, പിന്നെ ഓവൽ ഷേപ്പ് ഇല്ലേ? അങ്ങനെ 5 ഷേപ്പുകളാണ് നമ്മൾ പഠിച്ചത്. 5 ഷേപ്സുകളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? ഓവൽ ഷേപ്പ്, സർക്കിൾ, പിന്നെ സ്ക്വയർ, റെക്ടാങ്കിൾ, ട്രയാങ്കിൾ. അപ്പൊ 5 ഷേപ്സ് ആണ് നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും അറിയില്ലേ ഷേപ്സ്? ഏത് ഷേപ്സ് കണ്ടാലും ഏതാന്ന് പറയണം, ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ. ഇനി നമുക്ക് ഇതില് count the picture in each box and say the number. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുണ്ട്? count the picture in each box and say the number. നമ്മൾ കൗണ്ട് ചെയ്യാം. എന്നിട്ട് എഴുതുക. കൗണ്ട് ചെയ്ത് 1 2 3 4 5. എത്ര മാംഗോസ് ഉണ്ട് ഇതില്? 5 മാംഗോസ് ഉണ്ട് അല്ലേ? 5 മാംഗോസ്. 1 2 3 4 5. 5 മാംഗോസ് ആണ് ഇതിൽ ഉള്ളത്. ഇനി say the missing number. missing number പറയാനായിട്ട് ഇതാ 15 എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയാ? 15 15 അല്ലേ? 15 16 16 after അറിയോ? ഇപ്പൊ ഞാൻ പറഞ്ഞേ 16 17. വെരി ഗുഡ്. 17. 16 കഴിഞ്ഞാ 17. 17 after അറിയോ? മുഹമ്മദ് റയാൻ അറിയോ? 17 കഴിഞ്ഞാ 18. 18 കണ്ടോ? മുഹമ്മദ് റയാൻ പറഞ്ഞ 18. 18 കഴിഞ്ഞാൽ എന്താണ്? ശ്രേയ പറയോ? 18 കഴിഞ്ഞാ 19. 19. ഇതാണ് മിസ്സിംഗ് നമ്പർ. 15 16 17 18 19 20. മനസ്സിലായില്ലേ? 15 16 17 18 19 20. ഇനി say the number in each circle. say the number in each circle. ഈ സർക്കിളിലുള്ള നമ്പറുകളൊക്കെ പറയാം. ഏതാണിത്? പറയോ? ദീപാനോട് പറഞ്ഞേ. 4 അല്ലേ? വെരി ഗുഡ്. 4. ആത്മീയ പറയോ? which number? ഏതത്? 15 അല്ലേ? 1 5. 1 5 എന്താ പറയാ? 15. കണ്ടോ? ഇനി യാസിൻ പറഞ്ഞേ. which number? ഇത് ഏത് നമ്പറാണ്? 25. 2 5 25. 2 5 25. ഇനിയോ ഇഷാൻ പറഞ്ഞേ. മുഹമ്മദ് ഇഷാൻ പറഞ്ഞേ. ഇത് ഏത് നമ്പറാണ്? 9. ഓക്കെ വെരി ഗുഡ്. 9. അപ്പോ 4 15 25 9. ഇതാണ് ഈ നമ്പറുകൾ കേട്ടോ. നമ്പറിന്റെ നെയിം 4 15 25 9. ഇനി say trace the number with your forefinger. forefinger എടുത്ത് എല്ലാവരും forefinger ഏതാണ്? അത് അല്ലേ? ഇതല്ലേ forefinger?
ഒന്ന് ട്രേസ് ചെയ്യാനായിട്ട് പറയുന്നത് ഇതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കണം 2 2 0 എന്താ വായിക്കുക 2 0 20 വെരി ഗുഡ് എല്ലാവർക്കും പോയി കുട്ടികളാണല്ലോ 20 എന്ന് പറയാൻ അറിയാലോ അപ്പോ 4 ഫിംഗർ എടുക്കുക ഇതുകൊണ്ട് ഈ വിരലാണ് 4 ഫിംഗർ ഈ 4 ഫിംഗർ കൊണ്ട് ട്രേസ് ചെയ്യണം നമ്മൾ കണ്ടോ ട്രേസ് ചെയ്യാൻ അതിന്റെ മേലെ കൂടെ 2 അങ്ങനെ പറയണം 2 0 2 0 20 2 0 20 മനസ്സിലായില്ലേ ഇപ്പോ trace the number with your forefinger അപ്പൊ ഇതില് കഴിഞ്ഞ ലാസ്റ്റ് എക്സാമിന് ഉണ്ടായിരുന്നില്ല 10 അല്ലേ 4 ഫിംഗർ കൊണ്ട് ട്രേസ് ചെയ്യാൻ പറഞ്ഞു അല്ലേ അപ്പൊ എന്താ പറഞ്ഞ എല്ലാവരും 1 0 10 എന്ന് പറഞ്ഞു അല്ലേ ഈ എക്സാമിന് ഏത് വരിക 2 0 നമ്മള് 4 ഫിംഗർ കൊണ്ട് ട്രേസ് ചെയ്യണം എന്നിട്ട് പറയണം 2 0 20 മനസ്സിലായില്ലേ എല്ലാവരും അപ്പൊ ഇത് നമ്മൾ റിവിഷൻ ഒക്കെ ചെയ്തു നമ്പേഴ്സ് ഒക്കെ പഠിച്ചു എല്ലാം പഠിച്ചു അല്ലേ ഷേപ്സ് നമ്പേഴ്സ് ബിൽഡിംഗ് ദ ബ്ലാങ്ക്സ് കൗണ്ടിങ് അല്ലേ ഒക്കെ പഠിച്ചു അല്ലേ ഇനി എക്സാമിന് എല്ലാവരും എന്ത് ചെയ്യണം തന്നെ എഴുതണം അമ്മമാരോടൊന്നും ചോദിക്കരുത് കേട്ടോ ക്വസ്റ്റ്യൻ അമ്മമാര് വായിപ്പിച്ചു തരും അപ്പൊ എല്ലാവരും തന്നെ എഴുതണം കേട്ടോ പിന്നെ 1 to 25 വരെ എല്ലാവരും എഴുതി പഠിക്കണം സ്ലേറ്റിൽ എഴുതി പഠിക്കണം എന്നാലേ കിട്ടുള്ളൂ നമ്പർ ഏത് നമ്പർ ആണെന്നൊക്കെ എക്സാമിൽ ഇങ്ങനെ ഇടയിൽ ചോദിക്കുമ്പോ അറിയണമെങ്കിൽ എഴുതി പഠിക്കന്നെ വേണം കേട്ടോ വായിച്ച് പഠിക്കാൻ പാടില്ല എഴുതില്ല എന്നൊന്നും പറയാൻ പാടില്ല എക്സാം അല്ലേ ട്യൂസ്ഡേ ആണ് നെക്സ്റ്റ് ട്യൂസ്ഡേ ആണ് മാത്സ് എക്സാം കേട്ടോ എല്ലാവരും എക്സാം എഴുതണം എഴുതാണ്ടിരിക്കരുത് പിന്നെ ഷേപ്സ് ഒക്കെ പറഞ്ഞു അല്ലേ പിന്നെ ഏതാ പിന്നെ എല്ലാം കൗണ്ട് ചെയ്യണം എല്ലാവരും നല്ല കുട്ടികളായിട്ട് എക്സാം എഴുതുക നന്നായി പഠിക്കുക എല്ലാം ചെയ്യാം കേട്ടോ അപ്പൊ ഓൾ ദ ബെസ്റ്റ് ഓക്കെ